ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ചിക്കൻ കട്ട്ലറ്റാണ് കേട്ടോ. ഈ റംസാനിൽ ഇതുപോലെ കട്ട്ലറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്തതും, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 3 ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറിയ പീസുകളാക്കിയതും ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമുക്കൊരു കപ്പ് വെള്ളമൊഴിച്ച് 4 വിസിൽ അടുപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഇതുപോലൊരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10ഓളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്തത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ക്രഷ് ചെയ്തെടുത്തത് നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞ സവാളയിലേക്ക് ഒന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പും വേപ്പില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. വളരെ രുചികരമാണ് ഇങ്ങനെ മസാലപ്പൊടി ചേർത്തിട്ട് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ. ചിക്കൻ കട്ട്ലറ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേവിച്ചത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ ക്രഷ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഒരു മെഷല്ലോ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കട്ട്ലറ്റ് പൊരിച്ചെടുക്കേണ്ട അതിനായിട്ടുള്ള ഓയിൽ അവിടെ കിടന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് 4 മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കട്ട്ലറ്റിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് റസ്ക് പൊടി വേണം. ആദ്യം നമ്മുടെ ഈ മുട്ട അടിച്ചെടുത്തതിൽ നമ്മുടെ ഈ കട്ട്ലറ്റ് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് റസ്ക് പൊടിയിൽ മുക്കാം. നമുക്ക് കണ്ടോ, കുറച്ച് റസ്ക് പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മുട്ടയിൽ മുക്കിയ കട്ട്ലറ്റ് എടുത്തിട്ട് അതിന്മേൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൽ നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് റസ്ക് പൊടിയിലും ചെയ്യാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്കോ ഓയിലാണെങ്കിൽ അതിലേക്കോ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സോഫ്റ്റും രുചികരവുമായ നമ്മുടെ ഈ കട്ട്ലറ്റ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.